വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്. ഏതൊക്കെയായിരുന്നു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്? അതെ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇത്രയും ഫങ്ഷൻസ് ഇനി വരുന്ന 5 ചാപ്റ്ററുകളിലായിട്ട് 4 മുതൽ 8 വരെയുള്ള 5 ചാപ്റ്ററുകളിലായിട്ട് ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഫങ്ഷൻ വരുന്നത് ചാപ്റ്റർ 4 ആയിട്ടുള്ള പ്ലാനിങ്. അതാണ് നമുക്ക് ഈ പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് പ്ലാനിങ്ങും ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങും ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും പ്ലാൻ ചെയ്യാറുണ്ട്. പെട്ടെന്നൊരു എക്സാം വരികയാണ്, നമുക്ക് പ്ലാൻ ചെയ്യാതെ മുൻകൂട്ടിയിട്ട് ഒരു സംഭവം പ്ലാൻ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ വരുന്നവർ തോൽക്കും. നമുക്ക് സക്സസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ എന്ത് വേണം? അതിന് മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്യുക തന്നെ വേണം. നമ്മളിപ്പോൾ അടുത്ത ആഴ്ച എക്സാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ നന്നായി പഠിച്ചിട്ട് അത് എഴുതും. അങ്ങനെ പഠിച്ച് പ്ലാൻ ചെയ്യാത്തവരെന്താ ഫെയിലാവും. ഇനി പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ മുൻകൂട്ടിയിട്ട് എന്നാണോ നമ്മളത് തീരുമാനിച്ചത് അന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പ്ലാനിങ് എന്താ നോക്കാം. പ്ലാനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് തിങ്കിങ് ഇൻ അഡ്വാൻസ്, വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹൂം ഇറ്റ് ഷുഡ് ബി ഡൺ. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു തിങ്കിങ് ആണ്. ഒരു തിങ്കിങ് പ്രോസസ്സാണ് പ്ലാനിങ്. എന്തുകൊണ്ടാണ് തിങ്കിങ് എന്ന് പറയുന്നത്? ഒരു മാനേജർ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തിങ്ക് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. തിങ്ക് ചെയ്യുന്നതൊക്കെ എങ്ങോട്ടാ? നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഇനി അത് നടക്കുന്നതിന് പറ്റിയിട്ടൊരു കാര്യം ആലോചിക്കുമ്പോൾ അതൊക്കെ ഫോർവേഡാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഒരു ഫോർവേഡ് ലുക്കിംഗ് ആണെന്ന് പറയാം. അതായത് മുന്നോട്ടുള്ള കാര്യത്തിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ അത് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അത് ഇതുപോലെ ചെയ്യാമായിരുന്നു അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു. ഇനി അപ്പോൾ മുന്നോട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പ്ലാനിങ് എന്ന് പറയുന്ന ഒരു തിങ്കിങ് പ്രോസസ്സാണ്. അത് അഡ്വാൻസ്, അത് ഫോർവേഡായിട്ട് ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് തിങ്കിങ് ഇൻ അഡ്വാൻസ്. എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹൂം ഇറ്റ് ഷുഡ് ബി ഡൺ. തിങ്കിങ് അഡ്വാൻസായി തിങ്ക് ചെയ്യണത്. എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെ, ഏത് വഴിയിലൂടെ ചെയ്യണം, ഏത് വ്യക്തിയിലൂടെ ചെയ്യണം, ഇത് എങ്ങനെ ചെയ്താലാണത് നല്ലപോലെ സക്സസ് ആവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. മനസ്സിലായോ? അതുപോലെ തന്നെ പ്ലാനിങ് ഈസ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറയുന്നത് തീരുമാനിക്കുകയാണോ? നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് എന്താണ് ചെയ്യാനുള്ളത്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. Planning is one of the basic managerial function. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള മാനേജൽ ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം പ്ലാനിങ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിൽ ഏതൊക്കെ വരുന്നുണ്ട്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ഏതായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതായിരുന്നു? പ്ലാനിങ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും നല്ലപോലെ നടക്കുകയുള്ളൂ. കാരണം പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോളിങ് നടക്കുകയുള്ളൂ, ഓർഗനൈസിങ് നടക്കുകയുള്ളൂ, സ്റ്റാഫിങ് നടക്കുകയുള്ളൂ, ഡയറക്റ്റിംഗ് നടക്കുകയുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ഫങ്ഷൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്.
അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഈസ് വൺ ഓഫ് ദ ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. പ്ലാനിങ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്ന ഒരു തിങ്കിങ് പ്രോസസ്സാണ്. നമ്മൾ ഫ്യൂച്ചറത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും, ഇന്നോവേറ്റീവ് ഐഡിയാസ് വരും, ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരും. നമ്മൾ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുവഴി നമുക്ക് ആ ക്രിയേറ്റിവിറ്റി, ആ ന്യൂ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാനും സാധിക്കും. ഇനി അടുത്താണ് പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ്ങിൽ എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാനിങ്ങിലാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തുണ്ടായിരിക്കും? സ്റ്റാൻഡേർഡ്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ്സ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? കൺട്രോളിങ്ങിലാണ്. അത് നമുക്ക് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ടീച്ചറോട് സൂചിപ്പിച്ചതാണ്. കൺട്രോളിങ്ങിൽ വരുന്ന സ്റ്റാൻഡേർഡും സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാനിങ്ങിലാണ്. ഓക്കെ. ഈ പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. നമ്മൾ പറഞ്ഞു പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ്. ഒരു കാര്യം മുൻകൂട്ടി ആ കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് നല്ല ഏത് വേയിലൂടെ ചെയ്താലാണ് ആ ഒരു പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ലുക്കിംഗ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോർവേഡ് ലുക്കിംഗ് ആണ്. നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. എന്തിനെ കുറിച്ചിട്ട്? ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ കുറിച്ചിട്ട്. ഫ്യൂച്ചർ ഫംഗ്ഷനെ നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു പ്രോസസ്സാണ്. പ്ലാനിങ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ. ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണമല്ലോ. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ വേണം. അപ്പോൾ നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. ഹെൻറി ഫയോൾ ആരാന്ന് ഓർമ്മയില്ലേ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിപ്പിച്ചു തന്നിരുന്നു. ഹെൻറി ഫയോളിന് 14 പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചെന്ന് ഓർമ്മയില്ലേ? അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ, പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു ഡെഫിനിഷൻ? അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, planning is deciding the best alternative among others to perform different managerial operations in order to achieve the predetermined goal. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് വഴികൾ, ഒരുപാട് ചോയ്സ് നമുക്കുണ്ടായിരിക്കും. ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ. പക്ഷെ അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാനിങ്ങിലാണെന്നാണ്. പ്ലാനിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്കത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനാണിത്. ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ഡെഫിനേഷൻ എഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം. ഏതൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്? ആദ്യം ടീച്ചർ ഒന്ന് വായിക്കാം. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, പ്ലാനിങ് റിഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി, പ്ലാനിങ് റിഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. Planning provides the direction to the efforts of employees. Planning makes clear what employees have to do, how to do. Planning എന്ന് പറയുന്നത് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഏത് വഴിക്ക് പോയാലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഗോൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ, ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ ഏത് വഴിയിലൂടെ പോയാലാണ് സാധിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിലാണ് നമ്മൾ കാണിക്കുക? പ്ലാനിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുക. പ്ലാനിങ് എന്താണ്? അപ്പോൾ ഡയറക്ഷൻസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ഡയറക്ഷൻസ് പ്രോപ്പറായിട്ട് തരുന്നത് ആരാണ്? പ്ലാനിങ് ആണ്. അത് പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ
ഇനി അടുത്തത് നമുക്ക് നോക്കാം. പ്ലാനിങ് റിഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഏതൊരു ബിസിനസ്മാൻ ആണെങ്കിലും ഒരു അൺസർട്ടനിറ്റി അതൊരു റിസ്ക് ആണ്. ആ റിസ്ക് ഫേസ് ചെയ്യാത്ത ഒരു ബിസിനസ്മാൻ ഉണ്ടായിരിക്കില്ല, ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി പരമാവധി കുറയ്ക്കാനായിട്ട്, മൊത്തമായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. നമുക്ക് ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ള കാര്യം ഒരിക്കലും ഇന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലാനിങ് വഴി മാക്സിമം അതിൻ്റെ ഒരു റിസ്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാ പറയുന്നത്, പ്ലാനിങ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ ടു ഫേസ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്. ദ പ്ലാൻ ആർ മെയ്ഡ് ടു ഓവർകം അൺസർട്ടനിറ്റീസ്. അതാ പറയുന്നത്, നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് പല കാര്യങ്ങളും കാണുന്നത് വഴി നമുക്ക് ഫ്യൂച്ചറിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാനിങ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലാനിങ്ങിൻ്റെ. പ്ലാനിങ് റിഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഏതാന്ന് നോക്കാം. പ്ലാനിങ് റിഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. എന്തായിരുന്നു? പ്ലാനിങ് റിഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. അതെന്താണ്? പ്ലാനിങ് ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ഓഫ് ദ അവൈലബിൾ ആൻഡ് പ്രോസ്പെക്റ്റീവ് റിസോഴ്സസ് ഓഫ് ദ ബിസിനസ് ആൻഡ് മേക്ക് their must appropriate use. പ്ലാനിങ് വഴി ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടുണ്ടായിരിക്കും. പരസ്പരം അറിയാതെ ഒരാൾ ചെയ്ത കാര്യം മറ്റാൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓരോ ആക്ടിവിറ്റീസും ഓവർലാപ്പിംഗ് വരും. നമുക്കറിയാം ബിസിനസ്സിലെ റിസോഴ്സസ് വളരെ വാല്യുബിൾ ആണ്. മെൻ, മെഷീനറി, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇത്ര എല്ലാം അങ്ങനെ ഒട്ടുമിക്ക റിസോഴ്സസും നമുക്ക് വാല്യുബിൾ ആണ്. അതിനെ എഫക്റ്റീവായിട്ട് പ്രോപ്പർ വേയിൽ യൂസ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന് ബിസിനസ്സിന് അതിൻ്റെ ഒരു നേട്ടം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരുപാട് കോസ്റ്റ് വരും. പിന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താ വേണ്ടത്? പ്രോപ്പറായിട്ട് അതിനെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് നമ്മൾ നന്നായിട്ട് പ്ലാനിങ് ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് പോവുള്ളൂ. പ്ലാനിങ് വഴി ഓരോരുത്തർക്ക് ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, ഓരോരുത്തർക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ, ആ ഡയറക്ഷൻ തരുന്നത് വഴി ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷൻ്റെ ഗോള് പ്രോപ്പർ വേയിൽ അച്ചീവ് ചെയ്യാനും നല്ലൊരു ലാഭം, നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നല്ല രീതിയിലുള്ളൊരു ബിസിനസ്സിന് റണ്ണിങ്ങിന് സാധിക്കും. അതാ പറയുന്നത് പ്ലാനിങ് റിഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. മനസ്സിലായോ? ഇനി അടുത്തതാണ് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. പ്ലാനിങ് റിക്വയർസ് ഹൈ തിങ്കിങ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്. So it make the managers innovative and creative. പ്ലാനിങ് ഇന്നോവേറ്റീവ് ഐഡിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാനേജേഴ്സ് ഒരുപാട് ആലോചിക്കുക, ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാണ്. ഒരുപാട് നേരം ആലോചിക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി ഒക്കെ അദ്ദേഹത്തിന് വരും. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് പറ്റും, ഇല്ലേ? അപ്പോൾ നല്ല പ്ലാൻ ഉണ്ടാക്കുന്നത് വഴി എന്താ ഉണ്ടാവുക? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ നല്ല സ്യൂട്ടബിൾ വേയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ലാഭം കിട്ടും. അതിനല്ലേ വേണ്ടത്? അതെ. പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ്. ദർ ഈസ് എ സ്കോപ്പ് ഫോർ ഫൈൻഡിങ് ബെറ്റർ ആൻഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു അച്ചീവ് ദ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു വേറിട്ട രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവിടുത്താണ് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാനായിട്ട് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഇനി അടുത്തതാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. അതാണ് അഞ്ചാമത്തത് പറയുന്നത്. പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. നമുക്കറിയാം പ്ലാനിങ്ങിൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ട്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും.
ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വഴി ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യാനായിട്ട് പ്ലാനിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചോയ്സിൽ നിന്ന് എന്താണ് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്ലാനിങ് ഹെൽപ്സ് ദ managers to look into the future and make a choice from amongst various alternative course of action. അതന്നെ. അപ്പോൾ എന്താ പറയുക, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാനിങ്ങിലാണ്. ഈ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാൻഡേർഡും സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? കൺട്രോളിങ്ങിൻ്റെ സമയത്താണ്. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പെർഫോമൻസും ഈ സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അവിടെ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരുള്ളൂ. അതിന് കറക്റ്റീവ് ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകാനൊക്കെ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ഫങ്ഷനാണ്. നമുക്കറിയാലോ എന്തായിരുന്നു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു പ്ലാനിങ്. അതാണ് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ കൺട്രോൾ. കൺട്രോളിന് ഒരു ബേസ് കൊടുക്കുന്നത് എവിടുന്നാണ്? പ്ലാനിങ് എന്നാണ് കൺട്രോൾ ഒരു ബേസ് കൊടുക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.